നിങ്ങൾ ഓരോരുത്തരും കിടന്നുറങ്ങുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉറക്കത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹു യുതവഫൽ അൻഫുസു ഹീന മൗതിഹാ വല്ലതീ ലം തമുതു ഫീ മനാമിഹാ. തോന്നുന്നത് പോലെ ആസ്വദിച്ച് ചിരിച്ചും കളിച്ചും സുഖിച്ചും തോന്നുന്നതെല്ലാം ചെയ്തുകൊണ്ട് കിടപ്പറയിലെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്നുകൊണ്ട് കട്ടിലിന്റെ മുകളിൽ കിടന്നുകൊണ്ട് തലകണയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്ന് ആസ്വദിക്കുന്ന മുസ്ലിമേ, ഈ കിടക്കുന്ന ഉറക്കം മരണമാണെന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന സ്വഹാബാ, ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ ആദ്യമായിട്ട് പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് പടച്ചവനെ. അല്ലാഹുവിനെ ശുക്ർ ചെയ്യുകയാണ്, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുകയാണ്. എന്തിന്റെ പേരിലാണ് പടച്ചറപ്പിനെ ശുക്ർ ചെയ്യുന്നതെന്നറിയുമോ? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. പടച്ചവനെ, കിടന്നുറങ്ങിയിരുന്ന മരിച്ചു കിടന്നിരുന്ന എനിക്ക് ഒരു ദിവസം കൂടെ നന്മ ചെയ്യുവാനുള്ള ആയുസ് നൽകിയല്ലോ പടച്ചവനെ. എനിക്കൊരു പകല് കൂടെ നൽകിയല്ലോ, എനിക്കൊരവസരം കൂടെ നൽകിയല്ലോ. എത്രയോ പേര് ഇതുപോലെ കിടന്നിട്ട് എഴുന്നേക്കണമെന്ന് കരുതിയിട്ടും എഴുന്നേറ്റില്ലല്ലോ. അവരെ പള്ളിപ്പറമ്പിലെ കബറിലേക്ക് കൊണ്ടുപോയല്ലോ. ഇതുപോലെ രാത്രി എന്റെ വാപ്പ കിടന്നതാണ്, എന്റെ ഉമ്മ കിടന്നതാണ്, എന്റെ കൂടപ്പിറപ്പ് കിടന്നതാണ്, എന്റെ കുടുംബത്തിൽ പലരും കിടന്നവരാണ്, എന്റെ കൂടെ പഠിച്ചവർ പലരും കിടന്നവരാണ്. പക്ഷേ ഈ കിടന്നവർ പിന്നെ പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിലേക്ക് കടന്നു പോയല്ലോ. അപ്പൊ പടച്ചവനെ, നീ എനിക്കൊരവസരം കൂടെ തന്നല്ലോ പടച്ചവനെ. നന്ദി രേഖപ്പെടുത്താൻ, നിനക്ക് ശുക്ർ ചെയ്യുവാൻ, നിസ്കരിക്കുവാനും ഖുർആൻ ഓതുവാനും സദഖകൾ കൊടുക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ എനിക്കൊരവസരം നൽകിയല്ലോ അല്ലാഹ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് വേണം എഴുന്നേക്കണമെന്ന് മുത്തുനബി പറയുമ്പോ എത്ര പേരാണിത് ചെയ്യുന്നത്? ഞാനിത് ഓർമ്മപ്പെടുത്തിയത് ഇനിയെങ്കിലും കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നീ ചിന്തിക്കണം, പടച്ചവനെ, മരണത്തിലേക്ക് കടക്കാൻ പോകുകയാണ്, എഴുന്നേക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, സ്വഹാബാ, നിങ്ങൾ വെറുതെ കിടന്നുറങ്ങരുത്, നിങ്ങൾ വെറുതെ കിടന്നുറങ്ങരുത്. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു വെക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ കിടപ്പറയിൽ കയറി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യാതെ നിങ്ങൾ കിടന്നുറങ്ങരുത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്താണ് നബിയേ? റസൂലുള്ളാഹി തങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ ചെയ്യേണ്ട 5 കാര്യങ്ങളെ കുറിച്ച് മുത്തുനബി അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതാണ് പഠിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, കടബാധ്യതകളും വസിയത്തുകളും എഴുതി വെക്കാതെ ഒരു മനുഷ്യനും കിടക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി പറയുകയാണ്, കടബാധ്യതയുള്ളവരുണ്ടല്ലോ, സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്നവരുണ്ടല്ലോ, പടച്ചവനെ, നീ ഒരു ബുക്ക് എടുത്തിട്ട് നിന്റെ വസിയത്തുകൾ മുഴുവനും എഴുതിയിട്ട് ഒന്നിയിൽ ഭാര്യയുടെ കയ്യിൽ, മക്കളുടെ കയ്യിൽ, അല്ലെങ്കിൽ തലകാണിയുടെ അടിയിലോ എവിടെയെങ്കിലും നിന്റെ വസിയത്തുകൾ എഴുതി വെക്കണേ. നീ എഴുതി വെക്കാതെ കിടന്നുറങ്ങരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. രണ്ടാമതായിട്ട് മഹാനായ മുത്തുനബി അവിടുന്ന് പറയുന്നു,
നീ ഒറ്റയ്ക്ക് താമസിക്കരുത്, ഒരു വീടിന്റെ അകത്ത് ഒറ്റയ്ക്ക് കിടന്നുറങ്ങി പഠിക്കരുത്. ഒറ്റയ്ക്ക് താമസിക്കൂ, ഒറ്റയ്ക്ക് കിടന്നുറങ്ങൂ. അങ്ങനെ ഒറ്റയ്ക്കുള്ള രാപാർക്കൽ നീ ഒഴിവാക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ മുത്തുനബി മൂന്നാമത് പറയുന്നു, സ്വഹാബ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അതാ പടച്ചവനെ, സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് നീ കിടന്നുറങ്ങരുത്, സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് നീ ഒറ്റയ്ക്ക് കിടന്നുറങ്ങരുത്. അങ്ങനെ കിടന്നുറങ്ങിയാൽ അല്ലാഹുവിന്റെ കാവൽ നിനക്ക് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാലാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, കമഴ്ന്ന് കിടന്നുറങ്ങല്ലേ, കമഴ്ന്ന് കിടന്നുറങ്ങല്ലേ. ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ് കമഴ്ന്ന് കിടന്നുകൊണ്ട് ഉറങ്ങുന്നത്. കൊച്ചുകുട്ടികൾ വരെ പടച്ചവനെ കമിഴ്ന്നാണ് കിടക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ കമഴ്ന്ന് കിടന്നുറങ്ങല്ലേ. എന്നിട്ട് മുത്തുനബി പറയുകയാണ്, അത് കമഴ്ന്ന് കിടന്നുറങ്ങുന്ന ഉറക്കം അല്ലാഹുവിന് ഇഷ്ടമല്ല, അത് അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യമാണ്. നരകവാസി അങ്ങനെയാണ് കിടന്നുറങ്ങുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകവാസി എങ്ങനെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ കമഴ്ന്ന് കിടന്നുറങ്ങരുത്. അഞ്ചാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഭാര്യ ഭർത്താക്കന്മാരല്ലാത്തവരുണ്ടല്ലോ, പടച്ചവനെ, ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നുറങ്ങാം. ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നുറങ്ങാം. പക്ഷേ മറ്റാരും ഒരു പുതപ്പിന്റെ കീഴിൽ, ആണാകട്ടെ പെണ്ണാകട്ടെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ യൻദുറു റജുലു ഇലാ ഔറത്തി റജുലി വല ഇംറഅതു ഇലാ ഔറത്തി ഇംറഅത്തിൻ വല യുഫ്ദി റജുല ഇലാ റജുലി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ നഗ്നതയിലേക്കോ, ഒരു സ്ത്രീ മറ്റൊരു പെണ്ണിന്റെ നഗ്നതയിലേക്കോ നോക്കാൻ പാടില്ല. ഒരു വസ്ത്രത്തിന്റെ കീഴില് ഒരു പുരുഷനും മറ്റൊരു പുരുഷനും കിടക്കാൻ പാടില്ല. ഒരു വസ്ത്രത്തിന്റെ കീഴിൽ ഒരു പെണ്ണും മറ്റൊരു പെണ്ണും ഒരുമിച്ച് കിടന്ന് ഉറങ്ങരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് കിടന്നുറങ്ങാം, ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നുറങ്ങാം. അല്ലാതെ ആണാകട്ടെ പെണ്ണാകട്ടെ, എത്ര വലിയ സുഹൃത്തുക്കളാകട്ടെ, എത്ര വലിയ അടുത്ത ബന്ധുക്കളാകട്ടെ, എത്ര വലിയവരാകട്ടെ, ഒരു പുതപ്പിന്റെ കീഴിൽ ഒരാണും ഒരു പെണ്ണും കിടന്നുറങ്ങാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യവും എല്ലാ ദിവസവും ഉറങ്ങുന്നവരാണ് ഞാനും നിങ്ങളും. എല്ലാ ദിവസവും ഞാനും നിങ്ങളും ഉറങ്ങുന്നവരാ. ഏറ്റവും കുറഞ്ഞതൊരു ദിവസത്തിന്റെ 4/1 ഭാഗമെങ്കിലും നമ്മൾ ഉറങ്ങുന്നവരാ. ഒരുപാട് പേര് 6 മണിക്കൂറൊക്കെ ഉറങ്ങണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എങ്കിലും നമ്മൾ എല്ലാവരും ഉറങ്ങാറുണ്ട്. നമ്മുടെ ഉറക്കം നമുക്കൊരു ഇബാദത്താക്കി മാറ്റാൻ കഴിയണം. എന്തായാലും ആണുങ്ങളും പെണ്ണുങ്ങളും, വലിപ്പമുള്ളവരും ചെറുപ്പമുള്ളവരും എല്ലാവരും ഉറങ്ങാറുണ്ട്. എങ്കിൽ ഈ ഉറക്കം നമുക്കൊരു ഇബാദത്താക്കി മാറ്റാൻ കഴിയണം. നമ്മുടെ ഉറക്കം നമുക്കൊരു ഇബാദത്താക്കി മാറ്റാൻ കഴിയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏതൊരു കർമ്മവും ഇബാദത്താകണമെങ്കിൽ, ഏതൊരു കാര്യവും ഇബാദത്താകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ചെയ്ത് കാണിച്ചു തന്നത് അതുപോലെ നമ്മൾ പ്രവർത്തിക്കണം. ഏതൊരു കാര്യമാകട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യമാണെങ്കിലും, വഅദിന്റെ കാര്യമാണെങ്കിലും, ഖുർആൻ ഓതുന്ന കാര്യമാണെങ്കിലും, ഏത് കാര്യമാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണം. ഒതുബെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മുത്തുനബി കാണിച്ചു. മിസ്വാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്നു. ടോയ്ലറ്റിന്റെ അകത്ത് കയറേണ്ടത് എങ്ങനെയാണെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു കാര്യവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന രീതിയിൽ നാം ചെയ്യാൻ തയ്യാറായാൽ അത് ഇബാദത്തായി മാറുകയാണ്.
ഏറ്റവും വലിയ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കിടപ്പറയിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് പോലും ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിൽ കിടപ്പറയിൽ അവരുടെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് പോലും ഇബാദത്തിന്റെ കൂലി. വേറെ ഏതാ പഠിപ്പിക്കാൻ? ഇതുപോലെ ഏതൊരു മതമാവുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതിനു പോലും ഇബാദത്തിന്റെ കൂലി. അത് എങ്ങനെ ഇബാദത്തിന്റെ കൂലി ഉണ്ടതാക്കി എടുക്കണമെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെ നീ എന്ത് ചെയ്യണം, ഏത് രീതിയിലാണ് നീ ചെയ്യേണ്ടത്, എന്തൊക്കെ നിയമങ്ങളാണ് നീ പാലിക്കേണ്ടത്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ ഏത് കർമ്മവും നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇബാദത്തിന്റെ കൂലി കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഉറക്കം ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന ഉറക്കമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിൽ പ്രവാചകൻ കാണിച്ചു തന്ന ചില മര്യാദകളുണ്ട്. എങ്ങനെയാണ് ഉറങ്ങേണ്ടത്, എങ്ങനെ ഉറങ്ങിയാലാണ് ഇബാദത്തിന്റെ കൂലി കിട്ടുന്നത്, ഒരു വഅദായി കാണരുത് എന്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ഈ വിഷയം അതിന്റെ ബാലൻസ് ഉള്ളത് ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാർ പലരും പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഉസ്താദേ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഈ ഉറക്കത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് അൽഹംദുലില്ലാഹ് ഒരുപാട് പേർ, പ്രത്യേകിച്ച് ഈ കടവൊക്കെ ഉള്ളവരൊക്കെ വല്ലാത്ത ഭീതിയിൽ, കടമൊക്കെ മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്തവരൊക്കെ ഇങ്ങനെ വിഷയം കിട്ടുമ്പോൾ ഒരുപാട് പേര് അൽഹംദുലില്ലാഹ് നല്ല അഭിപ്രായം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും കടങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ മക്കളെ മാറ്റിക്കിടത്തുക, 10 വയസ്സ് കഴിഞ്ഞ മക്കളെ, കുട്ടികളെ മാറ്റിക്കിടത്തുന്ന വിഷയമൊക്കെ പലരും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ക്ലാസ്സുകളിലൂടെയാണ് പഠിക്കുന്നത്. അൽഹംദുലില്ലാഹ് അല്ലാഹു അവരുടെയൊക്കെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ഉറക്കം ഇബാദത്താക്കണമെങ്കിൽ മുത്തുനബി പഠിപ്പിച്ചു തരുന്ന മര്യാദ എന്താ? നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നാമ വഫീ യദിഹി ഗമറുൻ വലാ യഗ്സിലുഹു ഫഅസാബഹു ശൈഉൻ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചല്ലാന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട മര്യാദകളിൽ മുത്തുനബി എവിടെന്ന് പറയുകയാണ്, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ശരീരത്തിൽ നിന്ന് കഴുകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഭക്ഷണം കഴിച്ച ശേഷം കയ്യും വായും കഴുകിയിരിക്കണം. അവ വൃത്തിയായില്ലെങ്കിൽ രാത്രിയിൽ ഇഴജന്തുക്കളുടെയും പ്രാണികളുടെയും ഉപദ്രവം നിനക്ക് ഏൽക്കാൻ സാധ്യതയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടെ ദീർഘവീക്ഷണത്തോടെ എനിക്കും നിങ്ങൾക്കും പഠിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതത്തിലൂടെ ചെയ്തു കാണിച്ചു തരികയാണ്. ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് നീ നോക്കണം. അത് നല്ലതുപോലെ നീ കഴുകി ശുദ്ധമാക്കണം. എന്തുകൊണ്ടെന്നറിയുമോ? ഇഴജന്തുക്കളുടെയും പ്രാണികളുടെയും ഉപദ്രവം നിനക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ അതിനെ നല്ലതുപോലെ സൂക്ഷിക്കണേ എന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, വല്ലവനും കയ്യിന്റെ മേൽ നെയ്യ് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പലരുടെ കയ്യിൽ അതാ നെയ്യുണ്ടാകാറുണ്ട്, അതുപോലെയുള്ള എന്തെങ്കിലും ഉണ്ടാകാറുണ്ട്. അത് നിനക്ക് അതാ അവസാനം രാത്രി അതേ അവസ്ഥയിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഇഴജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കഴുകിക്കളഞ്ഞിട്ട് നീ കിടന്നുറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാ,
നിന്റെ ഉറക്കം ഇബാദത്താകണോ? നിനക്ക് സ്വർഗം കിട്ടാൻ നിന്റെ ഉറക്കം ഒരു കാരണമാകണോ? നീ ഉറങ്ങുന്ന സമയത്ത് നിന്റെ ഉറക്കം അതാ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നന്മയുടെ കൂട്ടത്തിൽ നിനക്ക് വേണോ? അതാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. البراء بن عازب رضي الله تعالى عنه قال قال النبي صلى الله عليه وسلم إذا أتيت مضجعك فتوضع وضوءك للصلاة. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇബാദത്തിന്റെ കൂലി വേണോ? ഇബാദത്തിന്റെ കൂലി വേണോ? നിന്റെ ഉറക്കം കാരണം നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകണോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, താങ്കളുടെ വിരിപ്പിലേക്ക് ഉറങ്ങുന്നതിനായി ചെല്ലാൻ ഉദ്ദേശിച്ചാൽ നമസ്കാരത്തിന് വുളു ചെയ്യുന്നത് പോലെ നീ വുളുവെടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നീ നിസ്കരിക്കാൻ വേണ്ടി വുളു ചെയ്യുന്നത് പോലെ ഉറങ്ങുന്നതിന് വേണ്ടി നീ തയ്യാറായി കഴിഞ്ഞാൽ, കിടപ്പറയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നീ വുളുവെടുത്തിട്ട് വേണം പോയി കിടക്കാൻ. നീ വുളുവെടുത്തിട്ട് വേണം പോയി കിടക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന കാരണം എന്തെന്നറിയുമോ? ഉറങ്ങുമ്പോൾ വുളുവെടുക്കുന്നതിലൂടെ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താ? ഒരു മനുഷ്യൻ വുളുവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലകുൻ ഫലം യസ്തൈഖദ് ഇല്ലാ ഖാല അൽ മലകു അല്ലാഹുമ്മഗ്ഫിർ ലി അബ്ദിക ഫുലാൻ ഫഇന്നഹു ബാത ത്വാഹിറാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ മാതാപിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട്, നിങ്ങൾ വുളുവെടുത്തിട്ടാണോ കിടന്നുറങ്ങുന്നത്? നിങ്ങൾ വുളുവെടുത്തിട്ടാണോ കിടന്നുറങ്ങുന്നത്? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്താ? വുളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, വുളുവെടുത്തിട്ട് കിടന്നുറങ്ങണം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് വന്നു നിൽക്കുകയാണ്. അതാ വുളുവെടുത്തിട്ട് കിടപ്പറയിൽ വന്ന് കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ ചാരത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് നിൽക്കുകയാ. എന്നിട്ട് ആ മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ. ഈ വുളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന മനുഷ്യനുണ്ടല്ലോ, ഇവന്റെ പാപം നീ പുറത്തു കൊടുക്കണേ അല്ലാ. നിസ്കരിക്കുന്നവന് വേണ്ടിയല്ല, ഖുർആൻ ഓതുന്നവന് വേണ്ടിയല്ല, സദാ പടച്ചവനെ സദഖ കൊടുക്കുന്നവന് വേണ്ടിയല്ല, വഅദ് പറയുന്നവന് വേണ്ടിയല്ല, ദിക്ർ പറയുന്നവന് വേണ്ടിയല്ല, പടച്ചവനെ സുജൂദിൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടിയല്ല. പാതിരാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് വുളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്നവന്റെ തലയുടെ ഭാഗത്ത് മലക്കുകൾ വന്ന് നിന്നിട്ട് പറയുന്നു, നാഥാ ഇവന്റെ പാപം പൊറുക്കണേ അല്ലാ, ഈ പെണ്ണിന്റെ പാപം പൊറുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ചിന്തിക്ക്, ആരാണിന്ന് വുളുവെടുക്കുന്നത്? ആരാണ് വുളുവെടുക്കുന്നത്? പടച്ചവനെ ഭാര്യയും ഭർത്താവുമായി കിടക്കുന്നവരുണ്ടല്ലോ, എത്ര പേരാണ് വുളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്നത്? പടച്ചവനെ, ഇന്നത്തെ ചെറുപ്പക്കാർ സിനിമ കണ്ടുകൊണ്ട് കിടക്കുന്നവരുണ്ട്, മൊബൈലിൽ കളിച്ചുകൊണ്ട് കിടക്കുന്നവരുണ്ട്, പാട്ട് കേട്ടുകൊണ്ട് കിടക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എടാ മരണമാടാ. ഉറക്കമെന്ന് പറയുന്നത് മരണമാണല്ലോ. ഈ മരിക്കാൻ കിടക്കുന്ന സമയത്തെങ്കിലും നിനക്ക് വുളുവെടുത്തിട്ടൊന്ന് കിടന്നുകൂടെ? അല്ലാഹുവേ, അങ്ങനെ വുളുവെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകളെ തലയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ദുആ ചെയ്യുന്ന സമയത്ത് ഇബാദത്ത് ചെയ്യുന്നത് അവസ്ഥയിൽ കിടന്നു മരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ അതിനേക്കാളും വലിയ ഭാഗ്യമെന്തേ ചെറുപ്പക്കാരാ? വുളുവോടുകൂടി മരിക്കാൻ എല്ലാവർക്കും കഴിയില്ല.
കഴിയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടല്ലേ പറഞ്ഞത് സ്വഹാബാ, സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന മനുഷ്യന് നിങ്ങൾ ഒളിവെടുപ്പിക്കണമെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത പ്രതിഫലമാണ്. ഒളിവെടുത്തിട്ട് കിടക്കുന്ന കിടപ്പിൽ കിടന്നാണ് മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്നതെങ്കിലോ എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള്, അല്ലാഹുവേ നിനക്ക് സാധാരണ ഒരു മരണമല്ല, സാധാരണ ഒരു മരണമല്ല. നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും കടന്നു വരുമല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലദീന ഖാലൂ ഇന്നല്ലദീന തതവഫാഹുമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. മലക്കുകൾ കടന്നു വരുമല്ലോ, മലക്കുകൾ കടന്നു വരുമല്ലോ. എങ്കിലും ഒന്നുപെടുത്തിട്ട് കിടക്കുന്ന കിടപ്പിലും മരണപ്പെട്ടു പോയാൽ ആരാ വരുന്നതെന്നറിയുമോ? ഒന്നുകൂടി മരിക്കലേറ്റം മെച്ചമാ ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. പടച്ചവനെ, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്ക് വഹീമായിട്ട് ഇറങ്ങി വന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടല്ലോ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഇറങ്ങി വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂഹ് പിടിക്കാൻ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നപ്പോ അവിടെന്ന് ചോദിക്കുന്നു, അസ്റായിലേ, എന്റെ കൂട്ടുകാരൻ എവിടെ? എന്റെ കൂട്ടുകാരൻ എവിടെ? ജിബ്രീൽ അലൈഹിസ്സലാമിനെ മുത്തുനബി തരുന്നല്ലോ. അതുകൊണ്ട് മുതുവോടുകൂടിയാണ് ഒരു മനുഷ്യന് മരണപ്പെടുന്നതെങ്കിലോ അവന്റെ മരണവേളയില്, അവന്റെ സക്കറാത്തിന്റെ അവസ്ഥയില് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യമുണ്ടാകുമെന്നാ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യമുണ്ടാകുമെന്നാ. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. കൂടി കിടന്നു മരിക്കാൻ, ഒന്നോടുകൂടി കിടന്നു മരിക്കാൻ പടച്ചവനെ നീ ഭാഗ്യം നൽകണേ തമ്പുരാന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നീ അവസാനമായിട്ട് ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അതിന് വലിയ പ്രസക്തിയുണ്ട്, അതിന് വലിയ മഹത്വമുണ്ട്. എടാ, നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണം മരിക്കാൻ, പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ല. ആ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീ മരണപ്പെടുന്നതെങ്കിലോ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അതേ അവസ്ഥയിലാ നീ കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, സ്വഹാബാ, നിങ്ങൾ കിടക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ നിസ്കരിക്കുന്നതിന് വേണ്ടി ഉളുവെടുക്കുന്നത് പോലെ നിങ്ങൾ ഉളുവെടുത്തിട്ട് കിടക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു തരികയാ. ഇബാദത്തിന്റെ കൂലി, ഉറക്കത്തിന് ഇബാദത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിടക്കുമ്പോൾ ഉളുവെടുക്കണം. നിസ്കരിക്കുന്നതിന് വേണ്ടി ഉളുവെടുക്കുന്നത് പോലെ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങണം. അങ്ങനെ കിടന്നുറങ്ങിയാൽ ഒരു മലക്ക് അള്ളാഹുവിന്റെ മുന്നിലേക്ക് നിനക്ക് വേണ്ടി നീ ഉണരുന്നത് വരെ ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മൂന്നാമതായി പറയുകയാ, അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ജുൻഹുൽ ലൈൽ
ഔ അംസൈതും ഫകുഫൂ സിബിയാനകും ഫഇന്ന ശയാതീന തന്തശിറൂ ഹീന ഇദിൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നിങ്ങൾ കിടക്കാൻ വേണ്ടി തീരുമാനിച്ച് നിങ്ങളുടെ വീടിന്റെ വാതിലടയ്ക്കുമല്ലോ. എല്ലാവരും വീടിന്റെ വാതിലടച്ചിട്ടാണല്ലോ കിടന്നുറങ്ങുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, രാത്രി ഇരുട്ടാകാൻ തുടങ്ങിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ വാതിലടയ്ക്കുമല്ലോ, വീടിന്റെ ഫ്രണ്ടിലെ വാതിലടയ്ക്കുമല്ലോ. ആ വാതിലടയ്ക്കുന്ന സമയം നിങ്ങൾ ബിസ്മി ചൊല്ലാതെ വാതിലടയ്ക്കല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി പറഞ്ഞിട്ടേ വാതിലടയ്ക്കാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ വാതിലടയ്ക്കുന്ന സമയം നിങ്ങൾ ബിസ്മി പറഞ്ഞിട്ട് വേണം വാതിലടയ്ക്കാൻ. എത്ര പേരാ ബിസ്മി പറയണം? സുബ്ഹാനല്ലാഹ്. എത്ര പേരാണ് ബിസ്മി പറഞ്ഞിട്ട് വാതിലടയ്ക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ജാബിർ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, രാത്രി ഇരുട്ടാകാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ വൈകുന്നേരമായാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പുറത്തിറക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വൈകുന്നേര സമയമായാൽ, മഗ്രിബിന്റെ സമയമായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വീടിന്റെ പുറത്തിറക്കരുത്. ഇതൊക്കെ പണ്ടുള്ള ഉമ്മമാര് പറയും. ഇപ്പൊക്കെ വന്നിട്ട് പറയും, ഉസ്താദേ എന്തോ കണ്ടു പേടിച്ചു ഉസ്താദേ, ആകെ ഉറക്കമില്ല ഉസ്താദേ, കരച്ചല ഉസ്താദേ, എപ്പോഴും വന്നിട്ട് പറയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ തടഞ്ഞു വെക്കുക. ആ വൈകുന്നേര സമയത്ത് മഗ്രിബിന്റെ സമയമായി കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിക്കുന്ന സമയങ്ങളായി കഴിഞ്ഞാൽ കുട്ടികളെ നിങ്ങൾ പുറത്തേക്ക് വിടരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാതിലുകൾ നിങ്ങൾ അടയ്ക്കുകയും അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുകയും ചെയ്യുക. കാരണം തീർച്ചയായും ബിസ്മി ചൊല്ലി അടയ്ക്കപ്പെട്ട വാതിൽ പിശാചു തുറക്കുകയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ടാണ് നിന്റെ വീടിന്റെ വാതില് തങ്ങൾ പറഞ്ഞു, ബിസ്മി പറഞ്ഞിട്ട് അടയ്ക്കുന്ന വാതില് പിശാചു തുറക്കൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രി കിടക്കുമ്പോ വീടിന്റെ വാതില് ബിസ്മി പറഞ്ഞുകൊണ്ട് അടച്ചിടുന്ന വാതില് പിന്നെ ഇബ്ലീസ് തുറക്കാറില്ല. അവിടെ പൈശാചികമായിട്ടുള്ള ഒന്നുമില്ല, പേടിയും പ്രയാസവും ഒന്നും വേണ്ട. പ്രിയപ്പെട്ടവരെ, ആര് ബിസ്മി പറയുന്നു? ആരാ ഇതൊക്കെ ശ്രദ്ധിക്കുന്നേ? ഇതൊക്കെ കേൾക്കുന്നവര് തോന്നും, പടച്ചവൻ ഇതൊക്കെയാണോ പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമതായിട്ട്, തീയൊന്നും അല്ലല്ലോ, പുകയാണെന്ന് തോന്നുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ വാതിലടയ്ക്കുന്ന സമയം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്ക്. പെണ്ണുങ്ങളൊക്കെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ പേടിയും പ്രയാസമൊക്കെ മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കിടക്കുന്ന സമയത്ത് വാതിലടയ്ക്കുമ്പോൾ ഇന്നത്തെ രാത്രി മുതൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ വാതിൽ അടച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ആ വാതില് ശൈത്താൻ തുറക്കൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് കേൾക്കണം. അടുക്കള ജോലി ചെയ്യുന്ന, അടുക്കളയിൽ ഒരുപാട് നേരം നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4-മതായി പറയുകയാണ്, ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖമ്മിറൂ ആനിയതൻ വഅജീഫൂ അൽഅബ്വാബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങൾ പാത്രങ്ങൾ മൂടി വെക്കണേ.
റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, രാത്രി കാലങ്ങളിൽ നിങ്ങൾ ബിസ്മി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വാതിലടയ്ക്കുകയും ബിസ്മി പറഞ്ഞ് നിങ്ങൾ വാതിലടയ്ക്കുക, നിങ്ങൾ വിളക്കുകൾ അണയ്ക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, പാത്രങ്ങൾ നിങ്ങൾ അടച്ചു വെക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പാത്രങ്ങൾ നിങ്ങൾ മൂടിവെക്കുക, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുകയും അതിന്റെ മേൽ എന്തെങ്കിലും ഒരു വിലങ്ങെങ്കിലും വെക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ അടച്ചു വെക്കണം. രാത്രി കാലങ്ങളിൽ അടുക്കളയിലെ പാത്രങ്ങൾ അടച്ച് അത് വിലങ്ങു വെക്കണം. ബിസ്മി ചൊല്ലി ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയാണെങ്കിൽ പിശാചിന് പ്രവർത്തിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി കാലങ്ങളിൽ ബിസ്മി പറഞ്ഞുകൊണ്ട് വാതിലടച്ചു. എന്തിന്? ഒരു വിളക്കണയ്ക്കുമ്പോൾ പോലും ബിസ്മി പറഞ്ഞുകൊണ്ട് അണയ്ക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ഭക്ഷണ പാത്രങ്ങൾ അത് അടച്ചു വെക്കുന്ന സമയം നിങ്ങൾ ബിസ്മി പറഞ്ഞുകൊണ്ട് അടച്ചു വെക്കണം. അതിന്റെ മുകളിൽ ഒരു തട വെക്കണം. മഹാനായ ഫഇന്ന ശൈത്താന ലാ യഹില്ലു സിഖാഅൻ വലാ യഫ്തഹു ബാബൻ വലാ യഖ്ശിഫു ഇനാഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിശാച് വെള്ളം നിറച്ച തോൽപാത്രത്തിൽ തൊട്ട് അഴുക്കാക്കുകയില്ല എന്ന്. ഒരു വെള്ളപ്പാത്രമാണെങ്കിൽ പോലും അത് അടച്ചു വെക്കണം. ബിസ്മി പറഞ്ഞുകൊണ്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളപ്പാത്രത്തിൽ പോലും ഇബ്ലീസ് തൊടില്ല എന്ന്, പിശാചിനെ തൊടാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വെള്ളവും നിങ്ങൾ പാത്രങ്ങളൊക്കെ അടച്ചു വെക്കണം. അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. ജാബിർ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖമ്മിറു ആനിയതൻ വഅജീഫുൽ അബ്വാബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തീ അണച്ചിട്ട് കിടക്കണേ. രാത്രി കിടക്കുന്ന സമയം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ തീ അണച്ചിട്ട് കിടക്കണം. എത്രയോ ചരിത്രങ്ങൾ, എത്രയോ സംഭവങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ തീപ്പൊരിയിൽ നിന്ന് വീട്ടിലേക്ക് തീ പിടിച്ച എത്രയോ ചരിത്രങ്ങൾ, സംഭവങ്ങൾ നമുക്കറിയാം. ഒരിക്കൽ നബി മൂസാ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ മദീനയിൽ രാത്രി സമയത്ത് ഒരു വീടിന് തീ പിടിക്കുകയും അതിലുള്ള ആൾക്കാർക്ക് മുഴുവനും പൊള്ളലേൽക്കുകയും ചെയ്തു. അതിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് തീ അണയ്ക്കണം, ഗ്യാസൊക്കെ ഓഫാക്കണം? ഇതിന്റെ കാര്യം പറയാനുള്ള കാരണം, മദീനയിൽ ഒരു വീടിന്റെ അകത്ത് തീ പിടിച്ചിട്ട് വീട്ടുകാർക്ക് പൊള്ളലേറ്റ കഥ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന ഹാദിഹിൻ നാറ ഇന്നമാ ഹിയ അദുവ്വുൽ ലക്കും ഫൈദാ നിംതും ഫാതിഫിഊഹാ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, തീർച്ചയായും ഈ തീ നിങ്ങളുടെ ശത്രുവാകുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, നിശ്ചയമായും തീ നിങ്ങളുടെ ശത്രുവാകുന്നു, അതിനാൽ ഉറങ്ങുമ്പോൾ നിങ്ങൾ അതിനെ അണയ്ക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, തീ അണച്ചിട്ട് വേണം കിടക്കാൻ. അഞ്ചാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ വാതിലടയ്ക്കണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പാത്രങ്ങൾ ബിസ്മി പറഞ്ഞുകൊണ്ട് വാതിലടയ്ക്കുക. നിങ്ങളുടെ പാത്രങ്ങൾ ബിസ്മി പറഞ്ഞുകൊണ്ട് നിങ്ങൾ അടച്ചു വെക്കുക. നിങ്ങളുടെ വീടിന്റെ അകത്ത് തീ നിങ്ങൾ ഓഫാക്കി വെക്കുക. എന്നിട്ട് ആറാമതായിട്ട് നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ജാഹദുകും ഫിറാശഹു ഫൽയൻഫുലുഹു ബിസനിഫതി സൗബിഹി സലാസ മർറാ. ഭർത്താവിനും മക്കൾക്കും കിടക്കുന്നതിന് വേണ്ടി വിരിപ്പ് തയ്യാറാക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നിങ്ങൾ ഗൗരവത്തോടു കൂടിയാണ് കാണേണ്ടത്. നിസാരമായ തള്ളിക്കളയരുത്. നിങ്ങൾ ജോലി ചെയ്ത ക്ഷീണത്തിന്റെ പേരിൽ ശ്രദ്ധിക്കാത്തവരുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, നിങ്ങളിൽ ഒരാൾ ഇദാ ജാഅദുകും ഫിറാശുഹു, നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ തന്റെ വിരിപ്പിലെത്തിക്കഴിഞ്ഞാൽ അത് 3 പ്രാവശ്യം കുടയണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പറയുന്നു, ഒരു മനുഷ്യന് കിടന്നുറങ്ങുന്നതിന് വേണ്ടി തന്റെ വിരിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 പ്രാവശ്യം ആ കിടക്കുന്ന വിരിപ്പെടുത്തിട്ട് കുടയണമെന്ന. 3 പോയിട്ട് 1 പോലും കുടയാറില്ല. എന്താ അനുസരണല്ലേ?
3 പ്രാവശ്യം എടുത്ത് വെച്ച് കുടയണം. പെണ്ണുങ്ങളൊക്കെ ചുമ്മാ ഒന്നിങ്ങനെ തട്ടല തലകണയൊക്കെ എടുത്തുന്നേ 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ കുടയണം. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അവാ അഹദുക്കും ഇലാ ഫിറാസിഹി ഫൽയംഫുദ് ഫിറാസഹു ബിദാഖിലത്തിൻ. അല്ലാഹുവേ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നിങ്ങൾ ഉറങ്ങുന്നതിന് വേണ്ടി നിങ്ങളുടെ വിരിപ്പിലേക്ക് ചെന്നാൽ വിരിപ്പിന്റെ ഉൾവശം പിടിച്ചു കുടയട്ടെ. വിരിപ്പിന്റെ ഉൾവശം പിടിച്ചു. കാരണം അവൻ എഴുന്നേറ്റതിന് ശേഷം എന്താണ് അതിൽ വന്നു കിടന്നത് എന്ന് നിനക്കറിയില്ലല്ലോ എന്ന് നബിയുനാ റസൂലുള്ളാഹി. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വൈകുന്നേരം പോകുമ്പോ അതിനിടയിൽ എന്തൊക്കെയാണ് അവിടെ വന്നത് കിടന്നത് എന്ന് നിനക്കറിയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നീ കിടക്കുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം നീ കിടന്ന വിരിപ്പ് അതൊന്ന് കുടയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് 7ാമതായിട്ട് മുത്തുനബി അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, വിരിപ്പിലേക്ക് വന്ന് 2 കൈകളും ചേർത്ത് വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇബാദത്തിന്റെ കൂലിയാ, ഒരൊറക്കം കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴിയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, വിരിപ്പിലേക്ക് വന്നിരുന്നാൽ കൈപ്പടങ്ങൾ നിങ്ങൾ ചേർത്ത് വെച്ചിട്ട് അവയിൽ നിങ്ങൾ ഊതുക. ശേഷം നിങ്ങൾ സൂറത്തുകൾ ഓതി 2 കൈകൾ കൊണ്ട് ശരീരത്തിന്റെ സാധ്യമാകുന്ന ഇടങ്ങളെല്ലാം നിങ്ങൾ തടകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ ഉലവെടുത്ത് കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും ചെയ്തു, വാതിലുകളൊക്കെ ബിസ്മി പറഞ്ഞടച്ചു, ഗ്യാസൊക്കെ ഓഫാക്കി വെച്ചു. പടച്ചവനെ കിടക്കേണ്ട വിരിപ്പുകളെ 3 പ്രാവശ്യം കുടന്നു കഴിഞ്ഞു. അവസാനം കിടപ്പറയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പടച്ചവനെ അവിടെ ഇരുന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ്, അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ അവ ഇലാ ഫിറാസിഹി കുല്ലു ലൈലത്തിൻ ജംഅൽ കഫൈൻ സുമ്മ നഫസ ഫീഹിമാ ഫഖറ ഫീഹിമാ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സുമ്മ യംസഹു ബിഹിമാ. അല്ലാഹുവേ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവായ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രികളിൽ വിരിപ്പിലേക്ക് വന്ന് ഇരുന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ 2 കൈപ്പടങ്ങളും ചേർത്ത് വെക്കുകയും എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും ഉണ്ടല്ലോ, ഈ 3 സൂറത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഓതുകയാണ്. എന്നിട്ട് കൈക്കകത്ത് ഊതിയിട്ട് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എവിടെയെല്ലാം തടകാൻ കഴിയുമോ അല്ലാഹുവിന്റെ പ്രവാചകന് ശരീരം മുഴുവനും തടകുകയാണ്. അവിടത്തെ തലയുണ്ടല്ലോ, അവിടത്തെ മുഖമുണ്ടല്ലോ, ശരീരത്തിന്റെ മുൻഭാഗങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, ഈ 3 സൂറത്തുകൾ ഊതി പാരായണം ചെയ്തിട്ട് കയ്യിൽ ഊതിയിട്ട് തന്റെ മുഖവും തന്റെ തലയും തന്റെ മുൻഭാഗവും അല്ലാഹുവിന്റെ പ്രവാചകന് ശരീരം മുഴുവനും തടകുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ 3 സൂറത്തുകളെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഇത് നിങ്ങൾ നിസ്സാരമായി കാണരുത്. സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം അറിയുമല്ലോ. ജീവിതത്തിൽ കണ്ടുപിടിച്ചതും വ്യഭിചരിച്ചതും പലിശ തിന്നതും നിസ്കരിക്കാത്തതും തോന്നിവാസം കാണിച്ചതും അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് ഒരുപാട് വർഷക്കാലം ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ കിടന്ന് ആസ്വദിച്ചില്ലേ? തോന്നുന്നത് പോലെ മതിമറന്ന് ജീവിച്ചില്ലേ? മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും അങ്ങ് പടച്ചറപ്പിന്റെ മുന്നിൽ എവിടെയെങ്കിലും വെച്ച് ഒന്ന് കഴുകി കളയണമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസോട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യനത് പാരായണം ചെയ്താ അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത് മുത്തുനബിയാ. ഈ സൂറത്തിനെ സ്നേഹിച്ച സ്വർഗമാ, ഈ സൂറത്തിനെ സ്നേഹിച്ച സ്വർഗമാ. ഒരുപാട് പ്രതിഫലമുള്ള സൂറത്താണ്. അത് മാത്രമല്ല, അല്ലാഹു
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ ഉറങ്ങുന്നതിന് മുമ്പ് നീ ഖത്തം ഓതണേ ആയിഷ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയിട്ട് നീ കിടന്നുറങ്ങാവൂ ആയിഷ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ എങ്ങനാ നബിയേ ഒരു രാത്രി കൊണ്ട് ഖത്തം ഓതിയിട്ട് കിടന്നുറങ്ങുന്നത്? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ ഈ ഖുർആനിലെ അവസാനത്തെ 3 സൂറത്തുകളുണ്ടല്ലോ, ഇത് പാരായണം ചെയ്ത ഖത്തം ഓതിയ പ്രതിഫലമാ, ഖത്തം ഓതിയ പ്രതിഫലമാ. പടച്ചവൻ അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിന്റെ ശരീരം മുഴുവനും തടകാട് ഇബാദത്തിന്റെ കൂലിയാ, ഇബാദത്തിന്റെ കൂലിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, 8ാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? പലരും പറയുന്ന ഉസ്താദേ ഉറക്കത്തിലെ ദുസ്വപ്നം കാണുകയാണ്, ചാടി എഴുന്നേൽക്കുകയാണ്, മക്കൾ കിടന്ന് പിടയുകയാണ്, മക്കൾ കിടന്ന് കരയുകയാണ്. പടച്ചവരെ, ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റ് പലതും ചെയ്യുന്നു. വല്ലാത്ത പേടിയാ, വല്ലാത്ത പേടിയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ദുസ്വപ്നങ്ങൾ മുഴുവനും ശൈത്താനിന്റെ ഭാഗത്താ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാര്, കൊച്ചുമക്കളുള്ള മാതാപിതാക്കള്, ഉറക്കത്തിൽ ഞെട്ടിയുണരുന്ന മക്കളുള്ള ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മക്കളെ പൈശാചിക ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണോ, ശൈത്താന് പേടിപ്പിക്കുന്നതിൽ നിന്ന്, മക്കളെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്നതിനെ തടയണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, 8ാമതായിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? ഫഖാല ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ ഖുർസി ലയസാല അലൈക മിനല്ലാഹി ഹാഫിദുൻ വലാ യഖറബു ശൈത്വാൻ ഹത്താ തുസ്ബിഹാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നീ നിന്റെ കിടക്കറയിലേക്ക്, നിന്റെ കിടപ്പറയിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആയത്തുൽ ഖുർസി ഓതണേ, ആയത്തുൽ ഖുർസി പാരായണം ചെയ്യണേ. അല്ലാഹുവിന്റെ സംരക്ഷണം നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത മുത്തി നബിയല്ലേ പറഞ്ഞു തരുന്നത്. എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ദിവസം അബൂ ഹുറൈറ കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, സകാത്തിന്റെ സകാത്തിന്റെ സാധനങ്ങൾക്ക് അബൂ ഹുറൈറയെ കാവൽ നിർത്തുകയാണ്. 1ാമത്തെ ദിവസം രാത്രിയായി അബൂ ഹുറൈറ കാവൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ പതുങ്ങി വന്നിട്ട് അതിനകത്ത് നിന്ന് മോഷ്ടിക്കുകയാണ്. അബൂ ഹുറൈറ തങ്ങളെ പിടിക്കുകയാണ്. അതാ കരന്നുകൊണ്ട് പറയുന്നു, അബൂ ഹുറൈറ, മക്കള് പട്ടിണിയാ, വല്ലാത്ത ദാരിദ്ര്യമാണ്, വല്ലാത്ത ദാരിദ്ര്യമാണ്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നതാണ്, എന്നെ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകരുത്. അബൂ ഹുറൈറ വെറുതെ വിടുകയാണ്. 2ാമത്തെ ദിവസം കടന്നു വന്നു. 2ാമത്തെ ദിവസം കരയുകയാണ്. മക്കൾ കിടന്ന് കരയുന്നത് കണ്ടിട്ട് വന്നതാണ് അബൂ ഹുറൈറ. എന്നെ വെറുതെ വിടണേ. 2ാമത്തെ ദിവസവും വെറുതെ വിട്ടു. 3ാമത്തെ ദിവസവും കടന്നു വന്നു. അബൂ ഹുറൈറ പിടിക്കുകയാണ്. ഇനി നിനക്ക് മാപ്പില്ല, മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകുമെന്ന് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ,
പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ, നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് ആയത്തുൽ കുർസി പാരായണം ചെയ്യാനാ. മുത്തുനബി ചോദിക്കുന്ന അബൂ ഹുറൈറ അവനാരെന്നറിയുമോ? ആ 3 ദിവസവും നിന്റെ അടുക്കൽ വന്നവനാരെന്നറിയുമോ? അത് പിശാചാണ് അബൂ ഹുറൈറ. അവന് കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ബുഖാരിയിൽ കാണാം ഈ ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കിടപ്പറയിലേക്ക് കടന്നു ചെന്നാൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യേ. ആയത്തുൽ കുർസി പാരായണം. അതുകൊണ്ട് പഴയ ഉമ്മമാരൊക്കെ പറയും ആയത്തുൽ കുർസി ഓതിയിട്ട് കയ്യിൽ ഇങ്ങനെ ഊതിയിട്ട് ഇങ്ങനെ റൗണ്ട് വരയ്ക്കും. പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ, ഇതുപോലെ ചെയ്തിട്ടില്ല. രാത്രി കിടക്കുമ്പോ ഇങ്ങനെ കയ്യിൽ ഊതിയിട്ട് ഇങ്ങനെ റൗണ്ട് വരയ്ക്കാറുണ്ട്. അസ്റായിൽ അല്ലാതെ വേറെ ആരും കേറൂല. മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം അല്ലാതെ ആ വരയ്ക്കണ വലയം കടന്നിട്ട് ആരും കയറൂല എന്നാ. അതുകൊണ്ട് ആയത്തുൽ കുർസി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്, നാസ് ഊത്, കയ്യിലൂത്, മുഖമെല്ലാം തടക്, തലയും ശരീരവും മുഴുവനും തടക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയത്തുൽ കുർസി ഊത്, പിശാച് കടക്കൂല, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 9ാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, നിർത്താറായില്ലേ? ഇൻഷാ അല്ലാഹ് കയറിയൊക്കെ വരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓൺലൈനിലൊക്കെ ആളുണ്ടോ? എത്ര പേരുണ്ട്? ഇൻഷാ അല്ലാഹ് ഓൺലൈനിലൊക്കെ ആൾക്കാരൊക്കെ ഇപ്പൊ എല്ലാം ലീവല്ലേ? ഇപ്പൊ എല്ലാവരും ലീവാ ഇവിടെ സമയത്തൊക്കെ. പിന്നെ പലർക്കും ഇത് ഒറിജിനൽ ലൈവാണെന്നുള്ള സംശയം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവർ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ഒരുപാട് പേര് ദുആ വസിയത്ത് മാത്രമേ ഉള്ളൂ, മൊബൈൽ ഓണാക്കാൻ വയ്യ. മംഗലാപുരത്ത് നിന്നൊക്കെ ഒരുപാട് പേര് സ്കാനിങ് റിപ്പോർട്ട് വരെ അല്ലേ, അല്ലാഹു അഅലം, ഓരോ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വരെ ഇട്ടിട്ട് ഉസ്താദെ ദുആ ചെയ്യണം ഒരുപാട് പേര്. അല്ലാഹു എല്ലാവർക്കും പരിപൂർണ ശിഫാവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൃശ്ശൂര് നിന്നിട്ട് വലിയ സങ്കടം തോന്നി. തൃശ്ശൂരിന്റെ ഭാഗത്തുള്ള ഒരു സഹോദരി, 2 സഹോദരിമാര്, പെട്ടെന്ന് എനിക്ക് ആലപ്പുഴ ഓർമ്മ വന്നു. ഒരു സഹോദരിക്ക് 45 വയസ്സെങ്ങാണ്ടുണ്ട്, ഒരു പെണ്ണിന് 35 വയസ്സ്. വാപ്പ ഒരു അമുസ്ലിമിന്റെ കൂടെ പോയി, അനിയത്തി അതും അമുസ്ലിമിന്റെ കൂടെ പോയി. ഉമ്മയും മകളും മാത്രമേ ഉള്ളൂ. 45 വയസ്സായി കല്യാണം കഴിച്ചു. 45 വയസ്സായി കഴിയും. പക്ഷെ അള്ളാഹ് വലിയ പേടിയാ. പെണ്ണ് പ്രസംഗമെല്ലാം കേൾക്കാറുണ്ട്, നമ്മുടെ വയലൊക്കെ കേൾക്കും. 45 വയസ്സായിട്ട് കല്യാണം കഴിക്കാതെ അള്ളാഹുവിനെ പേടിച്ച്. പലരും വന്നിട്ട് ചോദിക്കുന്നത്, എന്തിനെങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണേ? ആ പെണ്ണ് 45. അതുപോലെ തന്നെ വേറെ തൊട്ടടുത്ത കൂട്ടുകാരി, അതിന് 10-35 വയസ്സുണ്ട്. അതിനും ഇതുപോലെ തന്നെ അവസ്ഥ. ആരുമില്ല, ഒരു ഉമ്മ മാത്രമേ ഉള്ളൂ. 2 പെൺകുട്ടികളൊന്നും ഉസ്താദെ ഞങ്ങളെ മറക്കരുത്, ദുആ ചെയ്യണം. കരുണക്കടലായ പടച്ചറബ് അല്ലാഹു ആ സഹോദരിമാർക്ക് നല്ല ഒരു ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഈമാൻ അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. പറയുന്നത് ഒരുപാട് മറ്റുള്ള ആൾക്കാരുടെ ഇടയിലാണ് ജീവിക്കണത്, വലിയ പാടാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അൽഹംദുലില്ലാഹ്, ഞാൻ പറയാം, ഇങ്ങനെയുള്ളവരൊക്കെയാണ് ദുആ. നമ്മളൊക്കെ എന്തോ അറിയുന്ന ചുമ്മാതെ എല്ലാവരും അൽഹംദുലില്ലാഹ്. ഞാനിങ്ങനെ അത്ഭുതത്തോടൊപ്പം നമ്മുടെ ക്ലാസ്സൊക്കെ അവര് ഈ തോട്ടം തൊഴിലാളികളും കണ്ട ഒരു വലിയ കമ്പനി ഉണ്ടല്ലോ, ഹാരിസ് കമ്പനി. ആ കമ്പനിയിലൊക്കെ അവർക്ക് നല്ല ശമ്പളമൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു. 10,000 രൂപ നമ്മുടെ പള്ളിക്കൊക്കെ ഒരു സംഭാവന തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു പാവപ്പെട്ട സഹോദരിമാർക്ക് നല്ല ജീവിതം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഉമ്മമാർ 2 പേരും രോഗിയുള്ള, അല്ലാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേര് ദുആ വസിയത്തതാ. ഇവിടെ ആള് കേൾക്കാൻ കുറവാണെങ്കിലും 10,000-2,000 പേര് പുറത്തിരുന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ അൽഹംദുലില്ലാഹ് ഒരുപാട് സഹോദരങ്ങളെ സഹോദരിമാർ അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൻ അബീ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഹാതൈനിൽ ആയതൈൻ മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹു.
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു 9 ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്താം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആരെങ്കിലും രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി തന്റെ വിരിപ്പിലെത്തിയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ വെറുതെ കേട്ട് കളയാനല്ല, ഇതിന്ന് ജീവിതത്തിൽ ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. ഈ വയല് കേൾക്കുന്ന എല്ലാവരും ഇന്നിത് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇന്നത്തെ ഉറക്കം മതി നിനക്ക് സ്വർഗത്തിൽ പോകാൻ. ഒരുപാട് നന്മകളൊന്നും വേണമെന്നില്ല, ഒരുപാട് നന്മകൾ വേണമെന്നില്ല. ചാവാൻ കിടന്ന ഒരു നായിക്ക് വെള്ളം കൊടുത്തതിനാണ് വ്യഭിചാരിയായ ഒരു പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ റസൂലുള്ളാഹി തങ്ങളെ ചെയ്ത് കാണിച്ചു തന്ന ഈ സുന്നത്തുകൾ ഉണ്ടല്ലോ, ഇന്ന് നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കൂ. ഇന്നത്തെ രാത്രിയിലെ ഉറക്കമുണ്ടല്ലോ, 30, 40, 50, 60 കൊല്ലം കൊണ്ട് ഉറങ്ങുന്നവരുണ്ടല്ലോ. പടച്ചവനെ, ജീവിതത്തിലെ ഒരു ഉറക്കം കൊണ്ട് പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും സുലൈമാൻ നബിയും യാക്കൂബ് നബിയൊക്കെ കിടക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ നിന്റെ ഒരു രാത്രിയിലെ ഉറക്കം കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞാൽ, എന്റെ വയത് കേൾക്കുന്നവരോട് പറയുകയാ, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ ഉറങ്ങരുത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ആരെങ്കിലും രാത്രിയിൽ ഉറങ്ങുന്നതിന് വേണ്ടി തന്റെ വിരിപ്പിലെത്തിയാൽ സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, രാത്രി കിടക്കാൻ വേണ്ടി കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു നന്മ വേണ്ടേ, എന്തെങ്കിലും ഒരു നന്മ വേണ്ടേ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടപ്പറയിൽ പോയി കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ടോ? കണ്ടത് പാപമാ, കേട്ടത് പാപമാ, പറഞ്ഞത് പാപമാ, പിടിച്ചത് പാപമാ, നടന്നത് പാപത്തിലേക്കാ, ചിന്തിച്ചത് പാപമാ. പടച്ചവനെ, പാപങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. പടച്ചവരെ, കിടക്കുകയാണ്, രാവിലെ എഴുന്നേറ്റത് മരണത്തിൽ നിന്ന് എനിക്കൊരവസരം തന്ന പടച്ചവരെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റത്. കിടക്കാൻ പോവുകയാണ്, കിടക്കാൻ വീണ്ടും മരണത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. എഴുന്നേക്കുമോ എന്നറിയില്ലല്ലോ അല്ലാഹ്. ഇനി എഴുന്നേക്കുമോ? ഇത് അവസാന കിടപ്പാണോ? ഇത് അവസാന ദിവസമാണോ? ഇത് അവസാന രാത്രിയാണോ? ഇത് അവസാനത്തെ ഭക്ഷണമാണോ? പടച്ചവനെ അറിയില്ലല്ലോ തമ്പുരാനെ. അതുകൊണ്ട് അവസാനം കിടക്കാൻ തയ്യാറെടുക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തോട് പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരാ, പാതിരാത്രി 2 മണിക്കിരുന്ന് ആവശ്യമില്ലാത്ത ചർച്ചകൾ ചെയ്യുന്നത് എന്തിനാടാ? എന്തിനാ കണ്ട ഏതെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത പെണ്ണിന്റെ പ്രൊഫൈല് കണ്ടിട്ട് അവളോട് സംസാരിക്കുന്നത് എന്തിനാടാ? എന്റെ ചെറുപ്പക്കാര, അതിന്റെ ആവശ്യം എന്തേടാ? എടാ, 1 മാസക്കാലം നോമ്പ് പിടിച്ചവനല്ലേ, ഇബാദത്തുകൾ ചെയ്തവനല്ലേ, പടച്ചവനെ മറക്കാൻ എങ്ങനെ കഴിയുന്ന മോനെ? എങ്ങനെയാ പൊന്നുമോനെ അല്ലാഹനെ മറക്കാൻ ഈ മോശമായ ആപ്പുകളിനകത്ത് കയറിയിരുന്നു? എടാ, ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിനും വിലയുള്ളതാണല്ലോ. നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടതാണല്ലോ. ഈ സമയം പാഴാക്കി കളയാതെ ഈ പറഞ്ഞ 2 ആയത്തുകൾ നീ പാരായണം ചെയ്താൽ നിനക്കത് മതിയാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുകൾ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ എന്റെ പ്രിയപ്പെട്ടവരെ ആരാണോ പാരായണം ചെയ്യുന്നത് അവന് മതി. ആ 2 ആയത്തുകൾ മതി അവന് രക്ഷപ്പെടാൻ. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 3 സലാത്ത് പറയും.
اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ആ ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യ. അൽഹംദുലില്ലാ, നിനക്കത് മതി രക്ഷപ്പെടാൻ. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഇത് ഞാൻ പറയുന്നത് അവസാനം നന്മ ചെയ്തിട്ട് കിടക്കണം. നന്മ ചെയ്തിട്ടാ കിടക്കേണ്ടത്. ഇപ്പൊ കടത്തൊന്നും ഇല്ലല്ലോ. എന്തോടെ ആപ്പിന്റെ പേര്, പുതിയ ആപ്പ് ഇറങ്ങിയിട്ടില്ലേ ഷാനവാസ? പുതിയൊരു ആപ്പ് ഇറങ്ങിയിട്ടില്ലേ? എന്താ എന്റെ പേര്? ക്ലബ് ഹൗസ്. കണ്ടിട്ടുണ്ടോ? ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പുതിയ ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചർച്ചകളാണ്. ഒരു വിഷയം എടുത്തിട്ട് ഉസ്താദന്മാരെ കുറിച്ച് ഈ അടുത്തൊരു ദിവസം ചർച്ച ഉണ്ടായിരുന്നു. ഞങ്ങളെ വാഴ്തു പറയുന്ന ഉസ്താദന്മാരെ കുറിച്ചൊക്കെ. പിന്നെ ഓരോ വിഷയങ്ങളാ, ആധുനികമായിട്ടുള്ള വിഷയങ്ങൾ. കൂടുതലും നിരീശ്വരവാദികളാണ് അതിനകത്ത് കൂടുതലും അതിനെക്കുറിച്ച ചർച്ച. പിന്നെ പെണ്ണുങ്ങൾക്കാണോ ആണുങ്ങൾക്കാണോ? അതിനകത്ത് വേറൊരു ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ രാത്രി ഒരു ചെറുപ്പക്കാരെ ഇരുന്ന് ഞാൻ നോക്കുമ്പോൾ പറയാം ഉസ്താദെ, ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ ചെറുപ്പക്കാരൻ അതിനകത്തുള്ള ഇഷ്ടമുള്ളൊരു പെണ്ണിനെ സെലക്ട് ചെയ്യാം, എന്നിട്ട് അവളോട് സംസാരിക്കാം. ഇഷ്ടമുള്ളൊരു പെണ്ണിനോട് പ്രേമ അഭ്യർത്ഥന നമുക്ക് നടത്താം. അന്നം വേണമെങ്കിൽ കയറി നടത്താം. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ തമാശ പറഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ അത്ഭുതത്തോടെ നോക്കാം, ഒരു പെൺകുട്ടി അതിനകത്ത് 300, 400, 500 ഒക്കെ ഉണ്ട്. ഒരുപാട് പേരുണ്ട്. അവരവരുടെ ഇങ്ങനെ കാത്ത് ക്ഷമയോടുകൂടി നിൽക്കണം. ബീവറേജിന് മുന്നിൽ നിൽക്കണ പോലെ ക്ഷമയോടുകൂടി നിൽക്കുമ്പോൾ അവൻ അവസരം വരുമ്പോ ഇങ്ങനെ ഇപ്പൊ സുൽഫിക്കാണെങ്കിലും ഇങ്ങനെ കയറിയിട്ട് പറയാം, ഇന്ന പെണ്ണിനോട് നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നിന്റെ സംസാരം. ഇതുപോലെ കുറച്ച് ഒരു പെണ്ണുണ്ട്, അവക്കും പറയാം. പരസ്പരം അങ്ങോട്ട് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഏതാ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഫ്രണ്ടാവാം. രാത്രി 2 മണിക്കൊക്കെ ഇത് നടക്കത്തുള്ളൂ. അല്ലാഹു അഅലം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടം. അല്ലാഹു അഅലം. അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മത്തൊക്കെ ഇപ്പൊ ഞാനിങ്ങനെ ചെറുപ്പക്കാരൻ രാത്രി 1:30 ഇരുന്ന് കുത്തുമ്പോ എന്തുവാന്ന്, നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 5 എണ്ണം കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഒരു ഗെയിം ഉണ്ടായിരുന്നു. പബ്ജി ഗെയിം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് പരിപാടി. ശൈത്താൻ ഏതൊക്കെ വഴി, ഒന്ന് തീരുമ്പോ ഒന്ന് വരും. ടിക്ടോക്ക് പോയപ്പോഴത്തേക്ക് അടുത്ത ടോക്ക് വന്നു. ഒന്ന് പോകുമ്പോ ശൈത്താൻ ഇത് അല്ല ഇങ്ങനെ ഇട്ട് കൽപ്പിക്കുമെന്ന് പറഞ്ഞ എത്ര സത്യവാ. ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വരിക. അതുപോലെ തന്നെ വരുന്നുണ്ട് വെള്ളപ്പൊക്കം, സുനാമി, കൊടുങ്കാറ്റ്, നിപ, ഓക്കി വന്നു. എന്തൊക്കെയായിരുന്നു ഇപ്പൊ ഇങ്ങനെ. ഇതുപോലെ എല്ലാം വരുന്നുണ്ട്. അല്ലാഹു അഅലം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി ഓത്, ആമന റസൂൽ ഓത്. അതുപോലെ തന്നെ നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ 10 അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന സ്വഹാബാ, സൂറത്തുൽ കാഫിറൂൻ അൻ ഫർവത്ത് ഇബ്നു നൗഫൽ റളിയല്ലാഹു തആല അൻഹു أتى النبي صلى الله عليه وسلم فقال يا رسول الله علمني شيئا أقوله إذا أويت إلى فراشي قال اقرأ قل يا أيها الكافرون فإنها براءة من الشرك. എന്റെ പ്രിയപ്പെട്ടവരെ, നിർത്തുകയാണ്. 10ാമതായിട്ട് മുത്തുനബി പറഞ്ഞ ഇതുകൂടെ നിങ്ങൾ കേട്ടിട്ടുറങ്ങ്, ഇതുകൂടെ നിങ്ങൾ കേട്ടിട്ടുറങ്ങ്. ഇത് ചെയ്യാതെ നിങ്ങൾ ഉറങ്ങരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫർവത്ത് ഇബ്നു നൗഫൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, മുത്തുനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അല്ലിംനി ശൈആ. ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉറങ്ങുന്നതിന് വേണ്ടി കിടക്കുമ്പോ എന്ത് ചൊല്ലണമെന്ന് എനിക്ക് പഠിപ്പിച്ചു തരണേ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഫർവത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന സ്വഹാബി ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ നബിയേ, ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ എന്തെങ്കിലും ഒരു നന്മ എനിക്ക് പഠിപ്പിച്ചു തരുമോ? ഒരു സൽക്കർമ്മം എനിക്ക് പറഞ്ഞു തരുമോ? എന്റെ ജീവിതം
ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന, എന്റെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന, എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു നന്മ പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് സ്വഹാബി ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാ, ഇഖ്റഉ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത് നീ പാരായണം ചെയ്യ്, നീ പാരായണം ചെയ്യ്. എന്തേ പ്രതിഫലമെന്നറിയുമോ? ഉസ്താദേ ഇഖ്ലാസ് ഓതാൻ പറഞ്ഞു, ഫലഖ് ഓതാൻ പറഞ്ഞു, നാസ് ഓതാൻ പറഞ്ഞു, ഉസ്താദേ ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞു, ആമന റസൂൽ ഓതാൻ പറഞ്ഞു, ഉസ്താദേ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ ഓതാൻ പറഞ്ഞു. ഇപ്പൊ പറയുന്നു ഫലഖ് ഓതാൻ. മുത്തുനബിയാ മോനെ, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞു തന്നത്. എന്തിനാണ് ഓതാ പറഞ്ഞതെന്നറിയുമോ? സിറക്കിൽ നിന്ന് രക്ഷ വേണോ? ഒരിക്കലും അല്ല പൊറുക്കാത്ത, അല്ല പൊറുക്കുമല്ലോ, ഏത് പാപവും അല്ല പൊറുക്കുമല്ലോ. കള്ള് കുടിച്ചാ റബ്ബ് പൊറുക്കുമല്ലോ, വ്യഭിചരിച്ചാ പൊറുക്കുമല്ലോ, പലിശ തിന്നാ പൊറുക്കുമല്ലോ, ഏത് പാപവും അല്ലാഹു പുറത്തു തരുമല്ലോ. പക്ഷേ സിറക്കെന്ന് പറയുന്ന പാപമുണ്ടല്ലോ, അല്ലാ പെട്ടുപോകാതെ കാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, സിറക്കിൽ നിന്നുള്ള മോചനമാണ് സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്താൽ, സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്താൽ ഈമാനില്ലാതെ ചാകില്ല ചെറുപ്പക്കാരാ. പടച്ചവനെ, കാഫിറായിട്ട് ചത്തുപോകുമെന്നുള്ള പേടി നിനക്ക് വേണ്ട. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് മുന്നിലേക്ക് കടന്നു വന്നു. കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് ജീവിതത്തിൽ അവസാനത്തെ വാക്കായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞു മരിക്കണമെന്ന് കൊതിക്കുന്നവരല്ലേ? ഓരോ മുസ്ലിമും ജീവിക്കുന്നത് അതിനു വേണ്ടിയല്ലേ? ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ളവന്റെ ജീവിതത്തിൽ വലിയ ഒരു അഭിലാഷമാണ് മരിക്കുമ്പോ സകാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട്, ആ സ്വർഗത്തിലെ തന്റെ വീടും കൊട്ടാരവും ഇരിപ്പിടവും കണ്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിലെ മലക്കുകൾ മുഴുവനും സ്വാഗതം വരുമ്പോ ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിട്ടുകൊണ്ട് മലക്കുകളെ സ്വീകരിക്കുന്ന ഒരു ആത്മാവായി അല്ലാഹുവിന്റെ ഇല്ലീൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്രയാകാറ് കൊലിക്കാത്ത ഏത് മനുഷ്യനാണുള്ളത്? അതുകൊണ്ട് സഹോദരാ, സിറക്കിൽ നിന്ന് രക്ഷ വേണോ? സിറക്കിൽ നിന്ന് സംരക്ഷണം വേണോ? ഫർവത്ത് ഇബ്നു ഉസൈരേ, ഫർവത്ത് ഇബ്നു നൗഫലേ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഓദിക്കോ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്താൽ സിറക്കിൽ നിന്ന് അല്ലാഹു മോചനം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ